ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയുമ്പം അതൊന്നും അല്ല കേട്ടോ ഗൈസ്, കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എന്നും വിചാരിക്കും കേട്ടോ ഗൈസ്, കോളേജിലെ എന്താ പറയുക വ്ളോഗ് എടുക്കണം, ഇടണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കത്തില്ല ഗൈസ്. ചെല്ലുമ്പോഴാണെങ്കിൽ ആ കാര്യം മറന്നു പോകുന്നല്ല, പിന്നെ പ്രത്യേകിച്ച് അവിടെ എന്താ പറയുക ഫോൺ എടുക്കാനോ അങ്ങനെ ഒന്നും സമയമില്ല കേട്ടോ. ഫോൺ എടുത്താൽ തന്നെ എപ്പോഴും റീൽസ് ആയിരിക്കും കേട്ടോ. പിന്നെ വിചാരിച്ചു റീൽസ് കാണുന്നത് എങ്ങനെയാണ് വ്ളോഗാക്കി ഇടുന്നത്, അതുകൊണ്ട് പിന്നെ ഇടാറില്ല കേട്ടോ. ഇനി ആവട്ടെ ഗൈസ്, ഞാൻ ഉറപ്പായിട്ടും ഒരു കോളേജ് വ്ളോഗ് ഇടുന്നതായിരിക്കും പുറകെ. അപ്പം ഞാൻ വേറെ ഒന്നുമല്ല പറയാൻ വന്നത്. അപ്പം ഞാൻ റെഡി ആവുകയാണ് കേട്ടോ. കോളേജിൽ പോയിട്ട് എന്താ പറയുക, ഇന്ന് ക്ലാസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് പോസ്റ്റിംഗ് ആവുന്ന ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ ഗൈസ്. പിറ്റേന്ന് എണീക്കാൻ അതുപോലൊരു ദിവസമാണ് കേട്ടോ. പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എണീക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം അങ്ങനെ എനിക്കാകെ മൂഡൊക്കെ ഡൗൺ ആയിട്ടിരിക്കുന്നൊരു സമയം കേട്ടോ. അതെൻ്റെ മുഖം അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയൊക്കെ വേണ്ടേ. പഠിക്കുന്നൊന്നും ഇല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുകയെങ്കിലും വേണം. ഇത് ഞാൻ അതുപോലും ചെയ്യുന്നില്ല ഗൈസ്. അതാണ് അതിലും വലിയൊരു സത്യം. എന്തായാലും ആവട്ടെ. അപ്പം ഒരുങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ സൺസ്ക്രീം എപ്പോഴും ഞാൻ ഇട്ടാലും ഞാൻ ഈ കഴുത്തിലിടുന്ന കാര്യം മറക്കും ഗൈസ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം പുതുതായിട്ടിടുന്ന ഒരു സാധനമായതുകൊണ്ടായിരിക്കാം ഞാൻ മറന്നു പോകുന്നത് കേട്ടോ. അപ്പം ഈ സൺസ്ക്രീം സംഭവം കൊള്ളാം, പക്ഷേ നല്ല എന്താ പറയുക ഓയിലി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കുറേ കഴിയുമ്പോൾ റെഡിയാവും. ഞാൻ പിന്നെ അതിൻ്റെ മണ്ടയിൽ കൂടെ എന്തായാലും എനിക്ക് പൗഡർ മെയിനായതുകൊണ്ട് ഞാൻ അതിൻ്റെ മണ്ടയിൽ കൂടെ പൗഡർ ഇടും കേട്ടോ. അതാ വിഷയം. പിന്നെ ഈ കണ്ണ് എങ്ങനെയോ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഈ സമയം എടുത്ത് ഈ കണ്ണ് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. പക്ഷേ സമയമില്ലാത്തപ്പം ഇന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണെഴുതിയപ്പം ചടപട വാലൊക്കെ സെറ്റായി കേട്ടോ. ഇന്ന് വാലിടുന്നില്ലെന്ന് വിചാരിച്ചാണ്, പക്ഷേ സെറ്റായിട്ട് വന്നപ്പോൾ ഞാൻ വെച്ചു എന്തായാലും വാല് കിടക്കട്ടെ, രസമല്ലേ കാണാൻ എന്ന് വിചാരിച്ച് എനിക്ക് വാലിട്ട് കണ്ണെഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും വാലിട്ട് കണ്ണെഴുതി ഞാൻ എപ്പോഴും എഴുതാൻ ശ്രമിക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ കറക്റ്റായിട്ട്. വാലിടണ്ട എന്ന് വിചാരിക്കുന്ന സമയത്തെല്ലാം അത് കിട്ടാറുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് ലൈഫിലും. നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ.